പാർലമെന്റിൽ അംഗങ്ങൾക്കായി ഡിജിറ്റൽ ഹാജർ സംവിധാനം നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം. സുതാര്യതയും ഉത്തരവാദിത്വവുമാണ് ലക്ഷ്യമെങ്കിൽ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഈ നിയമത്തിൽ നിന്ന് എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ചോദിച്ചു. ഈ നടപടിക്ക് സ്വയം മാതൃകയായി നേതൃത്വം നൽകുകയല്ലേ പ്രധാനമന്ത്രി ചെയ്യേണ്ടത്? ഒരു സമ്മേളന കാലയളവിലെ 28 ദിവസങ്ങളിൽ വെറും 3-4 ദിവസം മാത്രം ലോക്സഭയിൽ ഹാജരാകുന്ന പ്രധാനമന്ത്രിയുടെ യഥാർത്ഥ ഹാജർ നില ഇത് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വെറുതെ ഹാജർ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ടത് വ്യവസ്ഥാപരമായ പരിഷ്കാരങ്ങളാണ്. എല്ലാവർക്കും നിർബന്ധിത ഹാജർ, സുതാര്യതയും പങ്കാളിത്ത കണക്കുകൾ, സംസാരിച്ചതിന്റെയും വോട്ട് ചെയ്തതിന്റെയും രേഖകൾ സ്വയമേവ പ്രസിദ്ധീകരിക്കുക എന്നിവയാണ് വേണ്ടത്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഗുണം എന്തിന്? ഇതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമാകുമ്പോൾ സംവിധാനം അതിന്റെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പുതിയ സംവിധാനം നടപ്പാക്കാൻ താൽപര്യം കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. MP-മാർക്കും ഇലക്ട്രോണിക് സംവിധാനവുമായി പൊരുത്തപ്പെടാൻ സമയം നൽകുന്നതിന്റെ ഭാഗമായി ലോബിയിലെ ഹാജർ രജിസ്റ്റർ കുറച്ചുകാലം കൂടി തുടരും. പാർലമെന്റ് നടപടികൾ കടലാസ് രഹിതമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഇലക്ട്രോണിക് ടാബ്ലറ്റ്, ഡിജിറ്റൽ പേന ഉപയോഗിച്ച് ഹാജർ രേഖപ്പെടുത്താനുള്ള സൗകര്യം സ്പീക്കർ ഒരുക്കിയിരുന്നു.